എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK, അതായത് അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരളയുടെ ഈ വർഷത്തെ BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ആരംഭിക്കും. അപ്പോൾ ഇതുവരെ ഈ ഒരു അപേക്ഷ എപ്പോഴാണ് ആരംഭിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ PNC മാക്കിൻ്റെ വിവിധ കോളേജുകൾക്ക് അതായത് അപ്രൂവൽ ലഭിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അപ്രൂവലൊക്കെ ലഭിച്ച ശേഷം, അതായത് അനുമതിയൊക്കെ ലഭിച്ച ശേഷം മാത്രമായിരിക്കും PNC മാക്കിൻ്റെ അലോട്ട്മെൻറ്റ് ആരംഭിക്കുക. അതും ഉടൻ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് amcsfnck.com വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ്, അതുപോലെ തന്നെ MSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അപേക്ഷകളാണ് നാളെ മുതൽ നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ നിലവിൽ +2 സയൻസ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കും, അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സിലേക്കും, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കഴിഞ്ഞ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു MSc നഴ്സിംഗ് കോഴ്സിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ യോഗ്യതകളാണ് വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു AMCS FNCK കീഴിലുള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് BSc നഴ്സിംഗ് കോഴ്സ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ BSc നഴ്സിംഗ് കോഴ്സ് എന്താണ് എന്നതിനെ കുറിച്ചാണ് ജസ്റ്റ് ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അതായത് ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കോളേജസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ BSc നഴ്സിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജ് ലിസ്റ്റ്, ഏതൊക്കെ കോളേജുകളാണ് AMCS FNCK കീഴിൽ ഉള്ളത് എന്നുള്ള കാര്യം, അതായത് ഈ ഒരു അസോസിയേഷനിൽ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓരോ കോളേജസ് കാണാം. അപ്പോൾ ഈ ഒരു കോളേജസ് നിങ്ങൾക്ക് ജസ്റ്റ്, അതായത് എത്രത്തോളം കോളേജുകൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ലിസ്റ്റ് ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോളേജുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇതുവഴി നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് അവിടെയുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പേരിൻ്റെ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ്. അപ്പോൾ നിലവിൽ അതായത് ആ ഒരു കാര്യങ്ങളൊക്കെ ഇനി നാളെ മുതലാണ് വരിക. അപ്പോൾ നിലവിൽ ആ ഒരു ഫെസിലിറ്റി ഇപ്പോൾ നൽകിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു പ്ലസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൽ എത്ര വീതം സീറ്റ് ഉണ്ട്, അതുപോലെ എത്ര വീതം സീറ്റ് റിസർവേഷൻ ഉണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എത്ര മെറിറ്റ് സീറ്റുകൾ ഉണ്ട് എന്നുള്ളതും നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു, അതായത് CPAS വഴി അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക. കാരണം CPASന് കീഴിൽ നിങ്ങൾക്ക് LBS വഴി ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് ആകെ വരുന്ന ഫീസ് 11,000 രൂപയാണ് BSc നഴ്സിംഗിന്. അതുപോലെ തന്നെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ഏകദേശം 12,000 രൂപയാണ് SC/ST വിദ്യാർത്ഥികൾക്ക് ഫീസായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സാധാരണ, അതായത് മറ്റുള്ള വിഭാഗക്കാർക്ക്, അതുപോലെ OEC കാറ്റഗറിക്കും ഇതേ ഫീസ് തന്നെയാണ് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിന്, അതായത് ബാക്കിയുള്ള എല്ലാവരും ജനറൽ കാറ്റഗറിയിലാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CPAS വഴിയാണെങ്കിൽ നിങ്ങൾക്ക് E-Grant സ്കോളർഷിപ്പ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏകദേശം 1 വർഷം ഫീസ് വരുന്നത് 1,13,000 രൂപയാണ് ആദ്യ വർഷം വരിക. അതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ യൂണിഫോം, എക്സാമിൻ്റെ ഫീസ്, ഇതുപോലുള്ള കുറച്ച് ഫീസുകളും എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ amcsfnck.com വെബ്സൈറ്റ് വഴിയുള്ള, അതായത് ഈ ഒരു അസോസിയേഷൻ ഓഫ് ദ മാനേജ്മെൻറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിങ് നഴ്സിംഗ് കോളേജസ് ഓഫ് കേരളയുടെ അതായത് കോളേജുകളിലേക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് വന്നു കഴിഞ്ഞാൽ അതേക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ